നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ പാചകവാതക വിതരണത്തിലുണ്ടായ വൻ ക്ഷാമം ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് ഈ സാഹചര്യം ഉടലെടുത്തത്. ഇതിന് പിന്നാലെ രാജ്യത്തെ ഹോട്ടലുകൾ വലിയ തോതിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണെന്ന് നാഷണൽ റെസ്റ്റോറൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തി. പാചകവാതക ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് മെനുവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ഗ്യാസിന് പകരമായിട്ട് ഇൻഡക്ഷൻ കുക്കറുകളുടെയും മറ്റു വൈദ്യുത ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുകയും പാചക രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിലവിലെ പ്രതിസന്ധി മൂലം വിഭവങ്ങളുടെയൊക്കെ തന്നെ ലഭ്യതയിൽ മാറ്റമുണ്ടായാൽ അത് ഉപഭോക്താക്കളുമായിട്ട് കൃത്യമായി ആശയവിനിമയം നടത്തണമെന്നും റെസ്റ്റോറൻറ്റ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ അവശ്യവസ്തു നിയമം പ്രയോഗിച്ചാണ് ഇപ്പോൾ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിതരണം നിലവിൽ നിയന്ത്രിച്ചിരിക്കുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ റീഫിൽ ഇടവേള 21 ദിവസത്തിൽ നിന്നും 25 ദിവസത്തേക്ക് ഉയർത്തുകയും ചെയ്തു. രാജ്യാന്തര തലത്തിലെ സംഘർഷങ്ങൾ LPG ഇറക്കുമതിയെ ബാധിച്ചതോടെ ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 114 രൂപ 50 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 62% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് എന്നതും ഇതിൽ 90% ഹോർമുസ് കടലെടുക്ക് വഴിയാണ് എത്തുന്നത് എന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നുണ്ട്. LPG ശേഖരം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളിലെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പ്രവർത്തനം പാതി നിലച്ച അവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ പൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനകം തന്നെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. റംസാൻ വ്രതകാലമായതിനാൽ തന്നെ തുടക്കത്തിൽ ഈ ക്ഷാമം അത്ര പ്രകടമായിരുന്നില്ലെങ്കിലും ഇപ്പോൾ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ മാറിയിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. അതിന് മുൻപായി തന്നെ ഒരു കാര്യം പറയട്ടെ. വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വൂൾഫ് എന്ന മികച്ച ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. സെബി രജിസ്റ്റർ ചെയ്ത ഈ ആപ്പ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു പ്രത്യേക ഫീച്ചറുണ്ട്. ഇത് മാർക്കറ്റിലെ ലാഭകരമായ ട്രെൻഡുകൾ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. സോ അത്രയേ ഉള്ളൂ. എൻ്റെ ട്രേഡിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാൻ സാധിക്കും. മറ്റ് ആപ്പുകളിൽ സാധാരണയായിട്ട് ഇതിൻ്റെ 3 ഇരട്ടി പണം ആവശ്യമായി വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങളുടെ ട്രേഡ് അത് ഒരു നിശ്ചിത നഷ്ടത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സ്റ്റോപ്പ് ആകും. അതിനാൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പണം നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇവിടുത്തെ ബ്രോക്കറേജ് നിരക്കുകളും ഈ മേഖലയിലെ തന്നെ ഏറ്റവും കുറഞ്ഞതാണ്. നോക്കൂ, എൻ്റെ ട്രേഡ് പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോവുകയായിരുന്നു. ഞാനിപ്പോൾ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 1971 രൂപ ലാഭം ലഭിച്ചിരിക്കുന്നു. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാകും. ഇവിടെ നിങ്ങൾക്ക് കമ്മോഡിറ്റി ട്രേഡിംഗും ചെയ്യാവുന്നതാണ്. സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം തന്നെ രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. കൂടാതെ മാർക്കറ്റ് വൂൾഫ് സൗജന്യമായി ട്രേഡ് റെക്കമെൻഡേഷനുകൾ നൽകുന്നുണ്ട്. വെറും ഒരു ദിവസം കൊണ്ട് 15,239 രൂപയും ഒരു മാസത്തിനുള്ളിൽ 70,468 രൂപയും നേടാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ലാഭം പരിശോധിക്കുമ്പോൾ അത് 5,03,940 രൂപയോളം വരുന്നു. ഈ ലാഭത്തിന് മാർക്കറ്റ് വൂൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡുകൾ മാർക്കറ്റ് വൂൾഫ് ആപ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉടൻ വർദ്ധിക്കും. ആഗോള ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതാണ് ഇതിന് കാരണം. മാർച്ച് 12 മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കൊപ്പം ഈ സർചാർജ് ഈടാക്കി തുടങ്ങും. വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റുകൾക്ക് 399 രൂപ അധികമായിട്ട് നൽകേണ്ടി വരും. മാർച്ച് 18 മുതലാണ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് സർചാർജ് ബാധകമാവുക.
മാലദ്വീപ്, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ സാർക്ക് രാജ്യങ്ങൾക്കും സമാനമായ നിരക്ക് ബാധകമായിരിക്കും. പശ്ചിമേഷ്യൻ, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് $10 അധികമായിട്ട് ചുമത്തും. ഏവിയേഷൻ ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടി വന്നതിൽ കമ്പനി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ചുവട് പിടിച്ച് മറ്റ് വിമാന കമ്പനികളും വൈകാതെ ഇന്ധന സർചാർജ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. മാർച്ച് 11-ാം തീയതി രാവിലെ മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറി തുടങ്ങിയത്. നേരത്തെ അപേക്ഷ അപ്രൂവൽ ആയിട്ടും സാങ്കേതിക കാരണങ്ങളാലൊക്കെ തന്നെ ആനുകൂല്യം ലഭിക്കാതിരുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഈ തകരാറുകളൊക്കെ പരിഹരിച്ച ശേഷമുള്ള വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ അപേക്ഷ അംഗീകരിക്കപ്പെട്ടിട്ടും തുക ലഭിക്കാനുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത ഘട്ടങ്ങളിലായിട്ട് ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള 2000 രൂപയുടെ അടുത്ത ഗഡു വിതരണം മാർച്ച് 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കാനിരിക്കെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാ കർഷകരും നിങ്ങളുടെ സ്റ്റാറ്റസ് മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായി 3 കാര്യങ്ങളാണ് കർഷകർ ഉറപ്പുവരുത്തേണ്ടത്. ഒന്നാമതായിട്ട് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. രണ്ടാമതായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ലാൻഡ് സീഡിംഗ് നടപടികൾ ശരിയാണെന്ന് പരിശോധിക്കുക. മൂന്നാമതായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, അതായത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് അത് DBT സൗകര്യം ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇവയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഗഡു ലഭിക്കുന്നതിലൊക്കെ തന്നെ ബുദ്ധിമുട്ട് നേരിടാം. എന്നാൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നിലവിൽ മുടങ്ങിയ ധനസഹായം ഉൾപ്പെടെയുള്ള തുക പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ തന്നെ ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള pmkisan.gov.in നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഔദ്യോഗിക പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്ക് വഴി വിവരങ്ങൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി, അത് വിഷു, ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതിനാൽ കണക്കിലെടുത്ത് മാർച്ച് മാസത്തെ തുക ഒന്നെങ്കിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് ലഭിച്ചു തുടങ്ങുക. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ ഒക്കെ തന്നെ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അത് ഈ വർഷം ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ അത് ഉടൻ തന്നെ ഹാജരാക്കണം. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും തന്നെ രേഖകൾ നൽകേണ്ടതില്ലെങ്കിലും ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത 3 ലക്ഷത്തോളം ആളുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവർ കൃത്യസമയത്ത് രേഖകൾ നൽകിയില്ലെങ്കിൽ ജൂൺ മാസം മുതൽ പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് കണ്ടെത്തിയാൽ അവർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ ലഭ്യമാവുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച മാർച്ച് 11-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയും കൂടി. ഗ്രാമിന് 14,970 രൂപയിലും പവന് 1,19,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വൂൾഫ് എന്ന മികച്ച ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സെബി രജിസ്റ്റർ ചെയ്ത ഈ ആപ്പ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡുകൾ മാർക്കറ്റ് വൂൾഫ് ആപ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.